ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെലൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 21-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് എനിക്കെൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ എനിക്കിവിടെ അനുഭവപ്പെടാനിടയായി. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഈ ഫംഗസ് ഇൻഫെക്ഷൻ പോലെ, വളരെ വേദനയോടെയുള്ള ഒരു ഫംഗസ് ഇൻഫെക്ഷൻ പോലെ എൻ്റെ തൊണ്ടയുടെ ഉള്ളിൽ ഇങ്ങനെ അനുഭവപ്പെടുത്തും. അപ്പം ഞാൻ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു. പക്ഷേ അത് കുറയും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉടമ്പടി 21-ാം തീയതി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ജോസഫസിന് ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഈ ഇവിടെ സ്റ്റക്കായിട്ടിരുന്ന ഈ എന്തോ ഒരു നമ്മുടെ ഒരു മുട്ടയുടെ വലുപ്പത്തിലുള്ള എന്തോ ഒരു കാര്യം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ളത് തോന്നി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് പോയി. പക്ഷേ അപ്പോഴും ആ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ ഉടമ്പടി ഇവിടെ തിരി കത്തിച്ച് ഉള്ള ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു എണ്ണ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കഴുത്തെ പുരട്ടി. പിന്നെ അതിനെപ്പറ്റി ഞാൻ അങ്ങ് മറന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ഒരു ആലപ്പുഴയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ഞാൻ കുടിച്ചു നോക്കിയപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉള്ള പോലും തോന്നുന്നില്ല. കാര്യം അത്രയും പെട്ടെന്ന് അത് മാറിപ്പോയി. പിന്നെ അതുപോലെ ഒരു കാര്യമായിരുന്നു, ഒരു 10 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം വളരെ അശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു. വറ്റാത്ത വെള്ളമാണ്, പക്ഷെങ്കിൽ ഈ ഉന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഭയങ്കര ബാഡ് സ്മെല്ലും, അതുപോലെ നമുക്ക് ഈ പാത്രമൊക്കെ കഴുകിയാലും വീണ്ടും നമ്മൾ പ്യൂരിഫൈഡ് വാട്ടറിൽ കഴുകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയി ആദ്യ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ടാണ് പോയത്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിണറ്റിലും കൂടെ ഇട്ടു. അപ്പോൾ അന്ന് ഒരു ചെറിയ മാറ്റം വന്നു. അപ്പം അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ജോസഫച്ചനെ കാണാൻ പറ്റിയില്ല. മറ്റ് പ്രശ്നങ്ങളുടെ കാര്യം കൂടെ എനിക്ക് സംസാരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പം ഞാൻ അച്ഛനെ കണ്ടു. ഞാൻ തിരിച്ച് പോയി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മുടെ എൻ്റെ കിണറ്റിലിട്ടു. അങ്ങനെ കിണറ്റിലിട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ തവണ തൊട്ട് മോട്ടർ അടിച്ച് പുതിയ വെള്ളം വന്നപ്പോൾ തൊട്ട് അതിന് പിന്നെ വെള്ളത്തിൽ ഒരു മണം പോലും ഇല്ല, ഒരു മണമോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. എന്നാൽ പക്ക മിനറൽ വാട്ടർ പോലെ ആയി. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഫാദറിന് കുറച്ച് മാനസിക വിഷമങ്ങളുണ്ടാവുകയും അദ്ദേഹം കുറച്ച് നാൾ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു. അപ്പം ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ഉടമ്പടി എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 ദിവസം ആവുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ തിരിച്ച് വീട്ടിലെത്തി. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് പുള്ളിക്ക് സൂയിസൈഡ് ടെൻഡൻസി വന്നു. പക്ഷേ അതിലൊന്നും വീഴാതെ എൻ്റെ മാതാവ് എൻ്റെ ഫാദറിനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് 3 ദിവസം ആവുന്നതിന് മുമ്പ് എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫാദറിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു. ഇത് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം ഫാദറിന് വിശ്വാസം വന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, ഉടമ്പടി എടുത്ത് ഇന്ന് എന്നെ ഇവിടെ വന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. കാരണം അതുപോലെ പ്രശ്നങ്ങളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി ഇന്നിവിടെ വന്ന് സംസാരിച്ചു. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കടബാധ്യത ഉണ്ടായിരുന്നു. 25 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഈ ജപ്തി നടപടി പോലത്തെയൊക്കെ നിയമ നടപടികളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉപ്പിട്ട് സത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ ജപ്തി നടപടിയിൽ നിന്ന് എൻ്റെ സ്ഥലവും വീടും ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ വസിക്കുന്ന വീട്ടിലായിരുന്നു ഈ ജപ്തി നടപടി വന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് സാവകാശം കിട്ടുകയും ബാങ്കിൽ നിന്നൊക്കെ സാവകാശം കിട്ടുകയും അതുപോലെ തന്നെ ഒരു പ്രത്യാശ, കുറച്ച് ആൾക്കാർ നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് തന്നെ വേറെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ മുമ്പോട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യത്തിനകത്തുനിന്ന് ഒരുപാട് മരണത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് ഇന്നിവിടെ കൊണ്ട് എന്നെ ഇവിടെ നിർത്തിയ എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലൊരു ധൈര്യമാണ്, മാതാവുണ്ട്, ഈശോ ഉണ്ട്, നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല
എന്നുള്ള ഒരു പ്രശ്നമുണ്ട്, നമുക്ക് താണ്ടാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നം വളരെ വലുതായിരുന്നു. അതിൽ നിന്ന് മാതാവ് ഈശോയും രക്ഷപ്പെടുത്തി, ഉടമ്പടിയിലൂടെ രക്ഷപ്പെടുത്തി. ഞാൻ നേരത്തെ എൻ്റെ മദർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരു കോവിഡിനൊക്കെ മുമ്പ്. അന്ന് ഞങ്ങൾ ഈ പൊതിച്ചോറ് ഞങ്ങളൊരു 5 പൊതിച്ചോറ് വെച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചയിലും ഒരിക്കൽ. ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങൾ ഉപവസിച്ച് ഫുൾ ടൈം ഉപവസിച്ച് ഞങ്ങൾ 5 പൊതിച്ചോറ് വെച്ച് കൊടുക്കുമായിരുന്നു. ഞങ്ങളെ സ്ട്രീറ്റ്സിൽ കിടക്കുന്ന ഈ ഫിഷാടകർ പോലത്തുള്ള ആൾക്കാർക്ക്, വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാനിത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു പൊതിച്ചോറ് വെച്ച് ഞാനിപ്പം എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ കൃപാസന പത്രം വിതരണം ചെയ്യുമായിരുന്നു. നേരത്തെയും എൻ്റെ മദറിൻ്റെ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അച്ഛൻ്റെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുമായിരുന്നു. ഷെയർ ചെയ്യും എല്ലാ ഗ്രൂപ്പിലും. എൻ്റെ മറ്റുള്ള കൂട്ടുകാരോടൊക്കെ ഇവിടെ വന്നാൽ അവർക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ മാറി കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പലരും ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടുമുണ്ട്. സങ്കീർത്തനങ്ങൾ 119:71 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സ്റ്റെലൻ സിബി ഒരാഴ്ചയായുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. ഒരു മാസമായിട്ട് തങ്ങൾക്കുണ്ടായിരുന്ന വലിയ ഹൃദയഭാരം, അത്രയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ദിവസങ്ങൾ, അത് ഈ ഒരാഴ്ച കൊണ്ട് തങ്ങൾക്ക് മാറിക്കിട്ടി. ഇന്ന് ജീവിതത്തിന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ആത്മഹത്യയുടെ വരെ ചിന്തകൾക്ക് വരെ അതുപോലും തങ്ങൾക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത വരെ തങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ മെക്കാനിക്കൽ എൻജിനീയറാണ്. തനിക്ക് തൻ്റെ പരിധിയിൽ തൻ്റെ കഴിവ് കൊണ്ട് ഒന്നും പറ്റില്ല, ഒന്നും സാധിക്കില്ല എന്ന് ജീവിതത്തിൽ മനസ്സിലായപ്പോൾ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം, ശുദ്ധജലം, അതുപോലെ തന്നെ തൻ്റെ പപ്പ തിരിച്ചു വരുന്നത് പോലീസിൽ വരെ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നതാണ്. ഇന്ന് തൻ്റെ പപ്പയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നു. അതുപോലെ ജപ്തി നടപടികളിൽ നിന്ന് തങ്ങൾക്ക് ആ കടബാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, അത് തീർന്നിട്ടല്ല ഇവിടെ വന്ന് പറയുക. എന്നാൽ ഉടനെ വന്നിരുന്ന ജപ്തി, അതിൽ നിന്ന് സാവകാശം ലഭിച്ചു. അതുപോലെ ഫണ്ട് പലരും തങ്ങൾക്ക് തരാനായിട്ട് ഒരു സന്നദ്ധത കാണിക്കുന്നു. ഇതൊക്കെ തങ്ങൾക്ക് പ്രതീക്ഷ തരുന്നതാണെന്നാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയായുള്ളൂ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറയണം. ആ നന്ദിയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് സ്റ്റെലൻ സിബി പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഭാരലഘുത്വം, വലിയ കരിങ്കല്ല് പോലെയുള്ള ഭാരവുമായിട്ട് ഹൃദയത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളുമായിട്ട് കടന്നു വരുന്നവർ എങ്ങനെയാണ് വീണ്ടും പ്രതീക്ഷയോടെ ഈ അൾത്താരയിൽ വന്നു നിന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്? തങ്ങളുടെ സാക്ഷ്യങ്ങളാണ് അവരതിന് ദൈവജനത്തിന് മുൻപിൽ പങ്കുവെച്ചുകൊണ്ട് പറയുക. അങ്ങനെ തനിക്കും കുടുംബത്തിനും ഇന്ന് ലഭിച്ച ഒരു ഭാരലഘുത്വം, ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു അവസ്ഥ തനിക്ക് വന്നു എന്നുള്ളതൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം ദൈവത്തെ ഞാൻ കൂടുതൽ അറിയാൻ സാധിച്ചു എന്ന് തന്നെയാണ് സങ്കീർത്തകനോടൊപ്പം സ്റ്റെലനും നമ്മോട് പറയുക. ഇന്ന് അഭ്യസ്തവിദ്യരായ അറിവുള്ള എത്രയോ യുവതിയുവാക്കൾ ഈശോയിലേക്ക് അടുക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും അവർ നേടിയെടുക്കുകയാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നതിലൂടെ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ യുവാവായ ഈശോയെ അനുഗമിക്കുന്ന ഓരോ മക്കളെയും എങ്ങനെയാണ് അമ്മ കൂടെ ചേർത്ത് നിർത്തുക. അമ്മ ഒരിക്കലും ആരെയും തള്ളിക്കളയില്ല. നാം എത്രമാത്രം ദുരിതത്തിൽ കിടക്കുന്നവരാണെങ്കിലും അമ്മയുടെ അടുത്ത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നാം വരുന്നതെങ്കിൽ അവിടെ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്ന
ഒരു 100 അനുഭവ സാക്ഷ്യങ്ങൾ, എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട്. ഈ മകൻ്റെയും അനുഭവ സാക്ഷ്യം അതിനോട് കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. താൻ എന്തൊക്കെയാണ് താൻ ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തികൾ, കുടുംബം ഒന്നിച്ച് ഉപവാസം എടുക്കുന്നു, ഒരു ദിവസം മുഴുവനും ഉപവാസം, അതിൽ നിന്ന് തങ്ങൾ പൊതിച്ചോറായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതിപ്പോൾ തുടങ്ങിയതല്ല, തൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ സമയം മുഴുവനും താൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അമ്മയുടെ കൂടെയും കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് പോകുമായിരുന്നു. വീണ്ടും തൻ്റെ ജീവിതത്തിലും ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുമ്പോൾ താൻ ഇതൊക്കെ വീണ്ടും തുടരുന്നു എന്നാണ് സ്റ്റിലിന് ഇപ്പോൾ പറയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.